അതായത് ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചും എ ഗ്രൂപ്പിനെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ എം അഭിജിത്തിനെ പരിഗണിക്കണമെന്ന് എം പിമാരുടെ ഒരു കൂട്ടം എം പിമാർ കെ സി വേണുഗോപാലിനെ കണ്ട് ആവശ്യപ്പെട്ടതാണത്. പ്രധാനപ്പെട്ട എം പിമാർ എം കെ രാഘവൻ, അതോടൊപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ കേന്ദ്ര നേതൃത്വത്തോട് കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദേശീയ പുനഃസംഘടനയിലും കെ എം അഭിജിത്തിനെ ഒഴിവാക്കി നിർത്തിയതിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് പരിഗണിച്ച ബിനു ചുള്ളിയലിനെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുകയാണ്. അതായത് അബിൻ വർക്കിക്ക് ഒപ്പമുള്ള അരിതാ ബാബു, അതോടൊപ്പം തന്നെ ഷിബിനെ അടക്കമുള്ള ആളുകൾ നിൽക്കുമ്പോൾ ആ ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് മുകളിൽ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റായ ഒ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി കൂടി എത്തിക്കുമ്പോൾ നിലവിലുള്ള അബിൻ വർക്കി അടക്കമുള്ള വൈസ് പ്രസിഡന്റുമാർക്ക് മുകളിലേക്ക് രണ്ടുപേരെ നിയമിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത കാണുന്നു. അല്ല എങ്കിൽ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് കൃത്യമായ സമവായ നീക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ പേരുകൾ ചർച്ച ചെയ്ത ഘട്ടത്തിൽ അമലിപ്പോ ഒരു ലിസ്റ്റ് കൂടി വരുന്നത് കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുള്ള ഒരു ലിസ്റ്റിൽ അബിൻ വർക്കി, അഭിജിത്ത് കെ എം, മഹിബാൽ ഗഡാവി, സദഫ് ഖാൻ, ലില്ലി ശ്രീവാസ്, കരൺ ചൗരസി, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സെക്രട്ടറിമാരുടെ പട്ടിക കൂടി വരുന്നത്. ദേശീയ തലത്തിൽ കൂടി എന്തൊക്കെ മാറ്റങ്ങളുണ്ടപ്പോ? അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി, കെ എം അഭിജിത്തും സെക്രട്ടറി, മഹിബാൽ അടക്കമുള്ള മറ്റ് കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളും സെക്രട്ടറി ആക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കെ സി വേണുഗോപാലിന്റെ ഓഫീസിൽ നിന്നും എത്തുകയാണ്. എന്തായാലും ഈ ഒരു പട്ടിക കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വെറും സെക്രട്ടറിയായി ദേശീയ തലത്തിലേക്ക് പോകാനാണ് എങ്കിൽ നേരത്തെ തന്നെ കെ എം അഭിജിത്തിനടക്കം പോകാമായിരുന്നു. മാത്രമല്ല അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ചോദിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ബിനു ചുള്ളിയിൽ ഇരുന്ന പോസ്റ്റ് പോലും അബിൻ വർക്കിക്ക് നൽകുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു വലിയ വിമർശനം ഉണ്ടാകാൻ എല്ലാ തരത്തിലും സാധ്യതയുള്ളതാണല്ലോ. കാരണം രണ്ടാം സ്ഥാനത്ത് വന്നയാൾ, നല്ല വോട്ട് നേടി തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നയാൾ, അയാളെ പരിഗണിക്കാതെ ഇതിലൊന്നും ഇല്ലാതെ മറ്റൊരാളെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? അത് സംവിധാനത്തെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു ശ്രമമായിട്ട് കണക്കാക്കണോ, അതോ വീണ്ടും ഒരു പ്രശ്നത്തിലേക്കോ തർക്കത്തിലേക്കോ പോകുന്ന വഴിയായി മാറും? അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട 4 പേരുകൾ, ഒന്ന് അബിൻ വർക്കി, അതോടൊപ്പം തന്നെ 2 ബിനു ചുള്ളിയിൽ, കെ എം അഭിജിത്ത്, അതോടൊപ്പം തന്നെ ഒ ജെ ജനീഷ്. ഈ 4 പേരുകളാണ്. ഈ 4 പേരെയും പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പട്ടിക വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു സമവായ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്. പക്ഷേ അതിലെ വലിപ്പച്ചെറുപ്പം അല്ലെങ്കിൽ ഇവർക്ക് നൽകിയിരിക്കുന്ന പോസ്റ്റുകളുടെ പ്രാധാന്യം എന്നിവയൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിലവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ രീതി പരിശോധിക്കുമ്പോൾ അതാണ് ജനാധിപത്യ രീതിയിൽ തന്നെ വരേണ്ട ഒരാൾ എന്നത് അബിൻ വർക്കിയുടെ പേരാണ് കുറച്ചും കൂടി മുൻഗണന ഉള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് മറ്റൊരാൾ വരുമ്പോൾ അത് കൃത്യമായി ചില നേതാക്കളുടെ താല്പര്യ സംരക്ഷണമായിട്ട് കണക്കാക്കണോ ഈ പുതിയ അധ്യക്ഷ തീരുമാനം? അതായത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായും രാഹുലിനും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നാണ് രാജിവെച്ചതെങ്കിലും ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്രയധികം വോട്ടുകൾ നേടി വിജയിച്ച നേതാവാണ്. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾക്കും ആ സീറ്റിലൊരു ക്ലെയിം പറയാനുണ്ട്. അവരുടെ ഒരു പിന്തുണ ജനീഷിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിന്റെ ശക്തമായ ഒരു പിന്തുണ ബിനു ചുള്ളിയിൽ ലഭിച്ചു. ബിനു ചുള്ളിയിലിനെ അധ്യക്ഷനാക്കാനുള്ളൊരു നീക്കം നടന്നിരുന്നു. പക്ഷേ ബിനുവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ജനീഷ് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തെക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു ആശങ്ക നേതൃത്വത്തിനുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു സമവായ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ തെന്നല ബാലകൃഷ്ണപിള്ളയൊക്കെ KPCC അധ്യക്ഷനായി എത്തിയതുപോലെ ഉള്ള ഒരു സമവായ നീക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ VM സുധീരനെയൊക്കെ എത്തിച്ചതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതുപോലെ അങ്ങനെ എല്ലാവരും ആരുമായും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന സൗമ്യനായ ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ എല്ലാം പരിഹരിച്ച് എല്ലാവരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തുകയാണ് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. അബിൻ വർക്കിയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിത്വത്തിൽ ഇരുന്നയാളാണ് അബിൻ വർക്കി. അങ്ങനെയുള്ള അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലേക്കാണ് അബിൻ വർക്കിയുടെ പേരും കെ എം അഭിജിത്തിന്റെ പേരും ആ പട്ടികയിലേക്ക് എത്തുന്നത്. അതായത് ബിനു ചുള്ളിയിൽ നിലവിലിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ പട്ടികയിൽ പോലും ഈ 2 പേരുടെയും പേര് ഉൾപ്പെടുത്താത്തത് എന്തായാലും ആ ഗ്രൂപ്പുകളുടെ അതൃപ്തിക്ക് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് അവർ പരസ്യമായി പറയുമോ അതോ പാർട്ടി വേദികളിൽ പറയുമോ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. ഒ ജെ ജനീഷാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി എത്തുന്നത്. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. അബിൻ വർക്കി അടക്കമുള്ളവരെ സെക്രട്ടറിയായി, ദേശീയ തലത്തിലുള്ള സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും
ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസിനൊരു അധ്യക്ഷനെ കിട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം ആര് ആ സ്ഥാനത്തേക്ക് വരുമെന്നത് വലിയ ചർച്ചയായിരുന്നു. പാർട്ടിയിലും വലിയ ചർച്ചയായി. അബിൻ വർക്കി അടക്കമുള്ളവരുടെ പേരുകൾ നിരന്തരം ഉയർന്നു കേട്ടതാണ്. പക്ഷേ ജനീഷ് കുമാറിനാണ് നറുക്കു വീണിരിക്കുന്നത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ വേഗത്തിൽ തിരികെ വരാം.